നമ്മുടെ കുട്ടികളുടെ യൂണിഫോമിലായിരിക്കുന്ന കട്ടി കൂടിയ മഷിക്കറ എങ്ങനെ കളയാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. നല്ല കടുപ്പത്തിലുള്ള മഷിക്കറയും ലൈറ്റായിട്ടുള്ള മഷിക്കറയും എങ്ങനെ കളയാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. മഷിക്കറ ആയാൽ അത് സാധാരണ സോപ്പിട്ട് കളഞ്ഞാൽ വേഗത്തിൽ പോയില്ല. എന്നാൽ നമ്മൾ ഇതുപോലെ ലൈറ്റായിട്ടുള്ള മഷിക്കറയൊക്കെ പെട്ടെന്ന് കളയാനായിട്ടൊരു സൂത്രമുണ്ട്. ദൈൻ്റെ കയ്യിലും കുറച്ച് ഈ സെൻറ്റർ ഭാഗത്തുമൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ പേന വരഞ്ഞ മഷിയുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ സോപ്പിട്ട് കുറച്ച് നേരം ഒന്ന് ഉരച്ചാൽ പോകുമായിരിക്കും. എന്നാലും അത് പെട്ടെന്നൊന്ന് കളയാനായിട്ടുള്ള ഒരു വഴിയാണ് ആദ്യം കാണിക്കുന്നത്. കുട്ടികളുടെ എല്ലാവരുടെയും ഷർട്ടിലും ഇതുപോലെയുള്ള ചെറിയ പേന കൊണ്ടുള്ള വരയൊക്കെ കാണാറുണ്ട്. അത് പെട്ടെന്ന് പോകാനായിട്ട് നമുക്കിതുപോലെ ഏതെങ്കിലും ഒരു പെർഫ്യൂം എടുക്കുക. അത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്യുക. 2-3 തവണയൊന്ന് സ്പ്രേ ചെയ്യുമ്പോഴേക്കും അതൊന്ന് ലൈറ്റായിട്ട് പോകാനായിട്ട് തുടങ്ങും. ഇനി നമുക്കൊരു ചെറിയ കോട്ടൺ എടുത്തിട്ട് ഇതുപോലെ ചെറുതായി ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയും പോയില്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്താൽ മതിയാവും, അത് പൊക്കോളും. ഇതുപോലെ ലൈറ്റായിട്ടുള്ള പേന കൊണ്ടുള്ള വരയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കളയാനായിട്ട് നമുക്ക് പെർഫ്യൂം ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സാനിറ്റൈസർ യൂസ് ചെയ്യാവുന്നതാണ്. 2-3 തവണ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്യുമ്പോഴേക്കും പേനയുടെ മഷിയെല്ലാം നന്നായി തന്നെ പോയി കിട്ടും. ഇതുപോലെ ചെറിയ ചെറിയ ലൈൻസ് ഉള്ളിടത്തും ഇതേ രീതി തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് ഡാർക്കായിട്ട് അല്ലെങ്കിൽ കട്ടി കൂടിയ മഷിക്കറയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭാഗത്ത് എങ്ങനെ ആ മഷിക്കറ നമുക്ക് കളയാമെന്ന് നോക്കാം. ഈ ഷർട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് കുറച്ച് കട്ടിയിൽ 2 ഡോട്ട് പോലെ കുറച്ച് വലിയൊരു ഡോട്ടും ഒരു കുഞ്ഞു ഡോട്ടും ഉണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫ്യൂം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇത് കുറച്ചങ്ങ് സ്പ്രെഡായി പോകുന്നതായിട്ടാണ് കാണുന്നത്. അല്ലാതെ പൂർണ്ണമായിട്ട് മാറുന്നത് കാണുന്നില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ കറയുള്ള ഭാഗം ഒന്ന് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബേക്കിംഗ് സോഡ കുറച്ച് ആ മഷിയുള്ള ഭാഗത്തേക്ക് മഷിക്കറയുള്ള ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. കറ ഇളകാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ്. നാരങ്ങയും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. ഇതുപോലെ കട്ടിയായിട്ടുള്ള മഷിക്കറയോ അതുപോലെ മറ്റേതെങ്കിലും കറയോ ഉള്ള സമയത്ത് ഇതുപോലെ നാരങ്ങ നീരും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ കറയുടെ ശക്തിയൊക്കെ കുറയാനും കറയൊന്ന് ഡിം ആവാനും സഹായിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതുകൊണ്ട് ഈ കറയുടെ അല്ലെങ്കിൽ ഈ മഷിക്കറ തൊട്ടപ്പുറത്തെ ഭാഗത്തേക്ക് ഒന്ന് സ്പ്രെഡായിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇനി ഒന്ന് കളഞ്ഞെടുക്കണം. അതിനായിട്ട് ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് റബ്ബ് ചെയ്തെടുക്കുകയാണ്. 2 വശവും റബ്ബ് ചെയ്തെടുക്കണം. തുണിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കട്ടിയായ കറകൾ കളയുന്ന ഒരു വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് ടൂത്ത് പേസ്റ്റ് കൂടി തേച്ച് കൊടുക്കാം. അതിനുശേഷം മുൻപ് ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കാം. ഈ ടൂത്ത് പേസ്റ്റ് തേച്ചാലും അധികം കട്ടിയില്ലാത്ത കറകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മഷിക്കറയുള്ള ഭാഗത്ത് ടൂത്ത് പേസ്റ്റ് തേച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ റബ്ബ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബേസിനിലേക്ക് വെച്ചിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. വെള്ള കളറിലുള്ള തുണിയാണെങ്കിൽ നമുക്ക് ഒരുപാട് റബ്ബ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇതുപോലെയുള്ള കളർ തുണികളിൽ റബ്ബ് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് തന്നെ റബ്ബ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഈ കളറൊക്കെ മങ്ങാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ അത് ചെറിയ രീതിയിൽ മഷിക്കറയൊന്ന് മങ്ങി കിട്ടിയിട്ടുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ ഇതുപോലെ പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ തുണിയുടെ അല്ലെങ്കിൽ ഈ കറയുടെ കട്ടി കുറയാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ബേക്കിംഗ് സോഡ, നാരങ്ങ, ടൂത്ത് പേസ്റ്റ് എന്നിവയൊക്കെ വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കഴുകി കൊടുക്കുകയോ ഒക്കെ ചെയ്തത്. ഇനിയും ചിലപ്പോൾ നമുക്ക് ഇതേ പ്രോസസ്സ് തന്നെ ആവർത്തിക്കേണ്ടി വരും. അതായത് കറയുടെ കട്ടി കുറയ്ക്കാനായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഒന്നുകൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ബേസിനിലേക്ക് ഈ കറയുള്ള ഭാഗം അല്ലെങ്കിൽ ഈ തുണി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുൻപ് ചെയ്തതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ നേരത്തെ ഉപയോഗിച്ച് ടൂത്ത് പേസ്റ്റും ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കാം. നല്ല കട്ടിയിലുള്ള ഒരുപാട് ഉണങ്ങിപ്പിടിച്ച മഷിക്കറ ആയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് ഒന്നുകൂടി ആവർത്തിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഷർട്ടിൽ നിന്നുള്ള കറ നന്നായിട്ട് തന്നെ മാറിക്കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് നമ്മൾ തേച്ച പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ സോഫ്റ്റായിട്ട് തന്നെ ബ്രഷ് ഉപയോഗിച്ച് ഇരുപുറവും ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡെറ്റോളാണ്.
ഡെറ്റോൾ കറ കളയാനായിട്ട് വളരെ നല്ലതാണ്. ചെറിയ രീതിയിലുള്ള കറകളൊക്കെ ആണെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡയുടെയോ അല്ലെങ്കിൽ നാരങ്ങയുടെയോ ഒന്നും ആവശ്യമില്ല. ഡെറ്റോൾ മാത്രം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ നേരത്തെ പേസ്റ്റും നാരങ്ങ നീരും അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിച്ച് റബ്ബ് ചെയ്ത ഭാഗത്തേക്ക് ഡെറ്റോൾ കുറച്ചൊഴിച്ച് ഒന്നുകൂടി ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ബേസിനിലേക്ക് തന്നെ ഈ തുണി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മുക്കി വെക്കുകയാണ്. ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് മുക്കി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കറയുടെ നീല കളർ മാറി ഒരു ലൈറ്റ് മഞ്ഞ കളറിലേക്കായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ മഷിയുടെ കറയൊക്കെ ഒന്ന് ഇളകി കിട്ടിയിട്ടുണ്ടെന്നർത്ഥം. ഇനി നമ്മളിതൊരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അതിനു മുമ്പ് ഞാനിതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട്. 7-8 മണിക്കൂറിന് ശേഷം നമ്മുടെ തുണിയിലെ കറയെല്ലാം ഫുള്ളായിട്ട് തന്നെ പോയിട്ടുണ്ട്. നമ്മുടെ ഈ താഴ്ഭാഗത്തായിട്ടായിരുന്നു കറ ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഫുള്ളായിട്ട് ഒട്ടും തന്നെ ഇല്ലാതെ കറ ഫുള്ളായി തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികളുടെ യൂണിഫോമിൽ ഇതുപോലെയുള്ള മഷിക്കറ കട്ടി പിടിച്ച മഷിക്കറയായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കറ പിടിച്ച ഡ്രസ്സുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സക്സസ് ആയെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് അറിയിക്കുകയും ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയി വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.